PCODയും PCOSും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം അറിഞ്ഞിരിക്കണം നിങ്ങൾ. PCODയിൽ ഓവറിയിൽ ഇമ്മച്വർ ആയിട്ടുള്ള എഗ്സ് സിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ആകുന്നു. എന്നാൽ PCOSൽ ഹോർമോണൽ ഇംബാലൻസ് കാരണം ഓവറിയിലെ എഗ്സിനെ അഫക്ട് ചെയ്യുന്നു. അത് നിങ്ങളുടെ ഹോൾ ബോഡിയെ അഫക്ട് ചെയ്യും. PCOD ഇന്ന് വളരെ കോമൺ ആണ്. അത് മെയിൻലി ലൈഫ് സ്റ്റൈലും ഡയറ്റ് ഇഷ്യൂസും കാരണമാണ് ഉണ്ടാവുന്നത്. എന്നാൽ PCOSൽ ഹൈ ആൻഡ്രോജൻ ലെവൽസ് ഉണ്ടാവും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണും, തൈറോയിഡ് ഇംബാലൻസ് വരും. അങ്ങനെ ടോട്ടലി നിങ്ങളുടെ എല്ലാ ഹോർമോൺസിനെ അത് അഫക്ട് ചെയ്യും. PCODയിൽ കോംപ്ലിക്കേഷൻസ് വളരെ കുറവായിരിക്കും. അത് ഡയറ്റും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസുമായി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ PCOSൽ വളരെയധികം കോംപ്ലിക്കേഷൻസിലോട്ട് അത് പോകുന്നതാണ്. ഇൻഫെർട്ടിലിറ്റി, ഡയബറ്റീസ്, തൈറോയിഡ് ഇഷ്യൂസ്. PCODയിൽ ഓവുലേഷൻ നടക്കും, സോ കൺസീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബട്ട് PCOSൽ ഇറഗുലർ ആയിട്ട് ഇംപ്രോപ്പർ ആയിട്ടായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. അത് നമുക്ക് മെഡിസിനൽ മാനേജ്മെന്റ്സ് വഴി അവർക്ക് കൺസീവ് ചെയ്യാൻ സാധിക്കുന്നത്. PCOD എന്ന് പറഞ്ഞാൽ ഓവറിയിൽ സിസ്റ്റ്, ഇറഗുലർ പീരിയഡ്സ്, വെയിറ്റ് ഗെയിൻ ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. PCOSലെ ഇറഗുലർ പീരിയഡ്സ്, അനോവുലേഷൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, കഴുത്തിന് ചുറ്റും ഡാർക്ക് പിഗ്മെന്റേഷൻ, ആക്നെ, ഹെയർ ഫാൾ, മൂഡ് സ്വിങ്സ്, ഓവർ വെയിറ്റ് ഗെയിൻ എല്ലാം ഉണ്ടാവുന്നതായിരിക്കും.